ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എണ്ണയിൽ മുക്കി പൊരിക്കാതെ എങ്ങനെ പപ്പടം പൊരിക്കാമെന്നുള്ളതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ അതിനായിട്ടൊരു 4 പപ്പടം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പൊടിയെല്ലാം നന്നായി തട്ടി കൊടുത്തു. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ആ വെളിച്ചെണ്ണ ഇതേപോലെ 2 വിരലിൽ നമ്മൾ തേച്ചിട്ട് ഒരു വശത്ത് ഇതേപോലെ തേച്ച് കൊടുക്കുക. വളരെ കുറച്ച് മാത്രം തേച്ച് കൊടുത്താൽ മതി. ഇതാ 2 വശവും കുറേശ്ശെ തേച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ എല്ലാ പപ്പടത്തിലും ചെയ്യുക. പഴയ കാലത്തൊക്കെ അമ്മമാർ ഇതേപോലെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കനമുള്ള ഒരു ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ തന്നെ ഇത് നല്ല സൂപ്പറായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ കനമുള്ള നല്ല മൺപാത്രത്തിലൊക്കെയാണ് പണ്ട് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എണ്ണയിൽ മുക്കി പൊരിക്കാതെ കഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിരിക്കും. ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. പഴയ കാലത്തുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ 4 പപ്പടം ഇതേപോലെ ഞാൻ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ തേച്ച് കൊടുക്കണം നിർബന്ധമായിട്ട്. അപ്പോൾ അതിന് നല്ല രുചിയാണ്. ഇനി ഞാൻ ഇവിടെ ഒരു നല്ല കനമുള്ള ഒരു ദോശത്തവയാണ് എടുത്തിരിക്കുന്നത്. ഇരുമ്പിൻ്റെ തന്നെ എടുക്കണം. അതായത് നമ്മൾ നോൺ സ്റ്റിക്കൊന്നും എടുക്കാനേ പാടില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാവുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ നിരത്തി കൊടുക്കുക. അതിലേക്ക് വേറെ എണ്ണയൊന്നും നമ്മൾ തൊട്ട് കൊടുക്കുകയോ വേണ്ട. ഇതേപോലെ നമ്മൾ നിരത്തി കൊടുത്ത് 1 മിനിറ്റോളം വെക്കുക. അപ്പോൾ നമ്മൾ ആ കളറൊക്കെ മാറി ചെറിയ ബബിളൊക്കെ അതേപോലെ വരാൻ തുടങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത് തുടക്കക്കാർക്ക് അറിയാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. പഴയ കാലത്തെ ആളുകൾക്കൊക്കെ അത് അറിയാൻ പറ്റും. നല്ല രുചിയാണ്. നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റും നല്ല ഹെൽത്തിയുമാണ്. ഇത് 1 മിനിറ്റോളം ആയിട്ടുണ്ട്. അതിൻ്റെ ബബിളൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക. ഒരുപാട് അങ്ങോട്ട് ചൂട് കൂടുന്ന സമയത്ത് നമ്മൾ കുറച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും നമ്മൾ 1 മിനിറ്റോളം വെക്കുക. അതേപോലെ ഒന്ന് ബബിൾ വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് ഹെൽത്തി ആയിട്ട് പൊരിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എണ്ണയിൽ മുക്കി പൊരിക്കാതെ ഇതേപോലെ ചെയ്ത് നോക്കുക. ഇത് 1 മിനിറ്റും കൂടി കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ഞാൻ അത് തിരിച്ചിട്ട് കൊടുത്തു. ഈ സമയത്ത് നമ്മൾ കാണാൻ പറ്റും നല്ല കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഒന്നുകൂടി നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മൾ സൂപ്പർ പപ്പടം പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അത് ഇതേപോലെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് നമ്മളതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു മുറുക്കമൊന്നും കാണില്ല. 1 മിനിറ്റ് അന്ന് ചൂടാറിയതിന് ശേഷം ആ കല്ലിൽ നിന്ന് എടുത്ത് വെച്ച് ചൂടാറിയതിന് ശേഷമാണ് ശരിക്കും ഒന്ന് മുറുകി വരിക. 1 മിനിറ്റ് കഴിഞ്ഞ് ചൂടാറിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയിട്ട് നല്ല മൊരിമൊരിന്ന് വന്ന കണ്ടില്ലേ? ഇതേപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ സൂപ്പറാണ്. കഞ്ഞിയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്